ഹായ്, ഏറെ രസകരമായ ഒരു ജാപ്പനീസ് ആക്ഷൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഷോഗനെ ടെറയിലാണ്. ക്യോട്ടോയിൽ അന്ന് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കൊണ്ടും നികുതിക്കടം കൊണ്ടും ദുരിതം കൊണ്ടും ഏറെ കഷ്ടപ്പെട്ട് ദയനീയമായ ജീവിതം നയിക്കുകയായിരുന്നു. ഭരണാധികാരികളാകട്ടെ ജനങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ശരിയായ ശവസംസ്കാരം പോലും ലഭിക്കാതെ 10,000-ഓളം ജഡങ്ങളും അവിടെ കാണപ്പെട്ടിരുന്നു. ജീവിച്ചിരിക്കുന്നവരാകട്ടെ അധികാരികളാലും സമ്പന്ന വർഗത്താലും മൃഗങ്ങളെപ്പോലെയാണ് പരിഗണിക്കപ്പെട്ടിരുന്നതും. കഥ അവിടെ നിന്നും ഹസൂഡ എന്ന പ്രഗത്ഭനായ റോണിനിലേക്ക് തിരിയുന്നു. യജമാനനില്ലാത്ത ഒരു സമുറായെ, ഒരു യോദ്ധാവിനെയാണ് റോണിൻ എന്ന് പറയുന്നത്. സാധാരണക്കാരോട് ഷോഗണിന്റെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അഹങ്കാരവും ഏകപക്ഷീയവുമായ പെരുമാറ്റങ്ങളിൽ ഹസൂഡ അസ്വസ്ഥനായിരുന്നു. തന്റെ കൺമുമ്പിൽ അത്തരമൊരു പ്രവൃത്തി കണ്ടതും അസ്വസ്ഥനായ അദ്ദേഹം ഉടൻ തന്നെ അവരെ ആക്രമിക്കുകയും ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി സാധാരണക്കാർക്കേറിയ ആശ്വാസവും സന്തോഷവും പകർന്നു. ക്ഷാമം കാരണം എല്ലാവരും മറ്റുള്ളവരുടെ ദാനത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഏറെ കഷ്ടപ്പാടിൽ ഒരമ്മയെയും കൊച്ചുകുട്ടിയെയും കണ്ട ഹസൂഡ താനെപ്പോഴും കൂടെ കരുതുന്ന ഭക്ഷണവും ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു തുണിയും അവർക്കായി നൽകി. നികുതി അടച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് ആളുകളെ കൂലിയൊന്നും നൽകാതെ നിർബന്ധിച്ച് എല്ലായിടത്തും ജോലി ചെയ്യിക്കുകയായിരുന്നു. പണം പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ പിന്നെ അതൊരിക്കലും തിരികെ കൊടുക്കാൻ ആ പാവങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. യാതൊരു ദയയുമില്ലാതെ പലിശക്കാർ തിരിച്ചടവിന് പകരമായി അവരുടെ പെൺകുട്ടികളെ പോലും ബലമായി പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ പലിശക്കാരൻ അതിനു മുമ്പ് പിടിച്ചെടുത്തൊരു വീട്ടിലേക്ക് ക്യോട്ടോ സുരക്ഷാ സേന എത്തിച്ചേർന്നു. ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ കടമയെങ്കിലും അവർ ആ വീട്ടിൽ അവശേഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർന്നെടുക്കുകയായിരുന്നു ചെയ്തത്. ആ വീടിന്റെ ഉടമയായ ഒരു ചെറുപ്പക്കാരൻ അത് കണ്ട് അവരുടെ ആ പ്രവൃത്തിയെ എതിർത്തു. ഉടൻ തന്നെ അവർ അവനെ ആക്രമിക്കാൻ തുടങ്ങി. സിസോ എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. തനിയാണെങ്കിലും അവൻ വളരെ ധൈര്യത്തോടെയും മികവോടെയും ഉദ്യോഗസ്ഥർക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഡോക്കാൻ എന്ന പേരുള്ള ക്യോട്ടോ സുരക്ഷാ മേധാവിയുടെ ആക്രമണത്തിൽ സിസോ ബോധരഹിതനായി. പക്ഷേ സിസോയിലെ കഴിവ് തിരിച്ചറിഞ്ഞ ഡോക്കാൻ അവനെ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ചില പലിശക്കാരുണ്ട്. കടം കൊടുത്തവന്റെ സ്വത്തുക്കൾ ലക്ഷ്യമാക്കി ചോദിച്ചു വരുമ്പോൾ കടം കൊടുക്കുന്നവർ. അത്തരത്തിലുള്ളവരെ തീർത്തുകെട്ടലാണ് ഡോക്കാന്റെ ചുമതല. പക്ഷേ ഡോക്കാൻ പലപ്പോഴും അതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. അവർ അങ്ങനെ കൊണ്ടുപോയ സിസോയെ പരിഹസിച്ച് ഒരിടത്തു നിൽക്കുമ്പോൾ ഹസൂഡ അവിടെ എത്തി. ഡോക്കാന്റെ റോണിൻ കാലഘട്ടത്തിലെ ഒരു പഴയ കൂട്ടുകാരനായിരുന്നു ഹസൂഡ. ഷോഗണിനെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോണിന്മാരെ പിടികൂടാൻ ഡോക്കാൻ ഹസൂഡയ്ക്ക് ചുമതല കൊടുത്തു. എന്നാൽ അമിതമായ നികുതിയും മിക്ക പ്രദേശങ്ങളെയും ബാധിച്ച വലിയ പട്ടിണിക്കുമെതിരെയുള്ള ഒരു പ്രതിഷേധമെന്നോണം ഹസൂഡ യഥാർത്ഥത്തിൽ റോണിന്മാരുടെ ആ പ്രവൃത്തിയോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഡോക്കാൻ അത്തരത്തിൽ ആവശ്യപ്പെട്ടപ്പോ ആ അഭ്യർത്ഥന നിറവേറ്റാൻ ശ്രമിക്കാം എന്ന് ഹസൂഡ സമ്മതിച്ചു. ആ സമയം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ആ ചെറുപ്പക്കാരനെ കണ്ട് ഹസൂഡ അവന്റെ പേര് തിരക്കി. താൻ തന്റെ പട്രോളിങ്ങിനിടയിലാണ് ആ യുവാവിനെ കണ്ടെത്തിയത് എന്ന് ഡോക്കാൻ പറഞ്ഞു. കൃത്യമായ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സ്വാഭാവിക കഴിവ് സിസോയിലുണ്ടെന്നും ഡോക്കാൻ വ്യക്തമാക്കി. ഹസൂഡയ്ക്ക് അതുകൊണ്ട് തന്നെ സിസോയ്ക്ക് മേലൊരു താല്പര്യം തോന്നി. സിസോയെ തന്റെ കൂടെ കൂട്ടാൻ ഹസൂഡ തീരുമാനിച്ചു. ഡോക്കാൻ അടുക്കൽ നിന്ന് അതിന് അനുവാദവും വാങ്ങി ഹസൂഡ സിസോയുമായി പോകാൻ തുടങ്ങി. യാത്രക്കിടയിൽ റോഡ് കടന്നുപോകാൻ ആളുകൾ ടോൾ നൽകേണ്ട ഒരു ബഹളമുള്ള സ്ഥലത്ത് ഹസൂഡയും സിസോയും എത്തിച്ചേർന്നു. ടോൾ വളരെ കൂടുതലായതിനാൽ ഹസൂഡ ഉൾപ്പെടെ ആർക്കും തന്നെ അതവിടെ നൽകാൻ കഴിയുമായിരുന്നില്ല. ഒടുവിൽ ഹസൂഡ വിപ്ലവത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. അവിടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും തുരത്തിയോടിച്ചു. അങ്ങനെ ഹസൂഡയ്ക്കും ജനങ്ങൾക്കും ഒടുവിൽ പണം നൽകാതെ റോഡ് കടന്നുപോകാൻ സാധിച്ചു. ഷോഗണിന്റെ വ്യവസ്ഥിതിയിൽ അതിനോടകം കോപിഷ്ഠനായിരുന്ന ഹസൂഡ നികുതി ഓഫീസിലെ മുഴുവൻ പണവും മോഷ്ടിക്കാനും ഓഫീസ് അടിത്തറയോടെ കത്തിച്ചു കളയാനും സിസോയോട് പറയുകയും ചെയ്തു. സിസോ അത്തരത്തിൽ പ്രവർത്തിച്ചു. ഇതേസമയം ഷോഗണിന്റെ കൊട്ടാരത്തിൽ പ്രഭുക്കന്മാരും ഭൂ ഉടമകളും നിരവധി ഗ്രാമങ്ങളെ ബാധിച്ച ക്ഷാമത്തെ നേരിടാൻ വഴികൾ ചർച്ച ചെയ്യുകയാണ്. ഷോഗൺ തന്നെ തന്റെ ജനങ്ങൾക്ക് ചെറിയൊരു സംഭാവന നൽകണം എന്നൊരു പ്രഭു നിർദ്ദേശിച്ചു. എന്നാൽ തന്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തന്റെ മുമ്പിൽ ഒരു പ്രാധാന്യവും അർഹിക്കുന്നതല്ല എന്ന മട്ടിൽ ഷോഗൺ ആ ചർച്ചയിൽ താല്പര്യമില്ലാതെ സ്വന്തം പൂന്തോട്ടമൊരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു.
അധികം വൈകാതെ ഗ്രാമങ്ങളെ ബാധിച്ച നികുതിക്കും ദുരിതത്തിനുമെതിരെയുള്ള പ്രതിഷേധമെന്നോണം റോണിന്മാരുടെ സംഘം ക്യോട്ടോ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഡോക്കാന്റെ അടുത്തെത്തി. ഡോക്കാൻ അതുമായി കൊട്ടാരത്തിലേക്ക് എത്തി. ഒരു റോണിനായതുകൊണ്ട് ഹസൂഡ ഒരു സ്ഥലത്ത് വളരെ കാലം തങ്ങാറില്ല. പകരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ യാത്രയിൽ സിസോയും ഹസൂഡയ്ക്കൊപ്പമുണ്ടായിരുന്നു. ആ സമയം ഒരു കൂട്ടം റോണിന്മാർ അവിടുത്തെ താമസക്കാരെ ആക്രമിക്കുന്നത് അവർ കണ്ടു. അത് ഹസൂഡയെ ഉടൻ തന്നെ ഗ്രാമവാസികളെ സഹായിക്കാൻ പ്രേരിപ്പിച്ചു. ആ റോണിന്മാരെ ഹസൂഡ തുരത്തി. നന്ദി സൂചകമായി ഗ്രാമത്തലവൻ ഹസൂഡയെയും സിസോയെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. ഗ്രാമവാസികളുമുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ തന്റെ കൂടെ വിപ്ലവത്തിൽ ചേരുമോ എന്ന് ഹസൂഡ ചോദിച്ചു. നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെയും നശിപ്പിക്കാൻ പോകുന്ന നികുതികളെയും പട്ടിണിയെയും കുറിച്ച് അവിടുള്ള ഓരോരുത്തരായി പരാതിപ്പെടാൻ തുടങ്ങി. വിപ്ലവത്തിന് പദ്ധതിയിടുന്നെങ്കിൽ അത് വിനാശകരമായ മരണത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് കരുതിക്കൂട്ടിയുള്ള സാഹസങ്ങൾക്ക് മുതിരരുത് എന്ന് ഹസൂഡ അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും അവിടത്തെ എല്ലാ താമസക്കാർക്കും വേണ്ടി പോരാടാൻ മറ്റ് സഹായങ്ങൾ തേടാം എന്ന് ഹസൂഡ വാഗ്ദാനം ചെയ്തു. പിന്നാലെ ഹസൂഡയുടെ കയ്യിലുണ്ടായിരുന്ന കൊള്ളയടിച്ചു കിട്ടിയ പണം അവൻ ഗ്രാമവാസികൾക്ക് വീതം വെച്ചു കൊടുത്തു. ഗ്രാമവാസികൾ അതിലേറെ സന്തുഷ്ടരായി. കൂടാതെ ഹസൂഡ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഓരോ ഹെയർ ഓർണമെന്റും സമ്മാനിച്ചു. അതൊക്കെ ഗ്രാമവാസികളേറെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പരിശീലനം നടത്തുന്ന സിസോയുടെ അടുത്തേക്ക് ഹസൂഡ എത്തിച്ചേർന്നു. സിസോ തന്നെ പിന്തുടരേണ്ടതില്ലെന്നും അവന് സ്വതന്ത്രനാവാം എന്നും ഹസൂഡ പറഞ്ഞു. എന്നാൽ ഹസൂഡയെപ്പോലെ വലിയൊരു പോരാളിയാവാൻ സിസോ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഹസൂഡയോട് തന്റെ ഗുരുവാകാൻ സിസോ അഭ്യർത്ഥിച്ചു. സിസോയുടെ ആത്മാർത്ഥത കണ്ട് പരിശീലനത്തിന് അവന്റെ ജീവിതത്തിലെ ഒരു വർഷം തനിക്ക് നൽകാൻ ഹസൂഡ ആവശ്യപ്പെട്ടു. സിസോ അതിന് സമ്മതിച്ചു. ഹസൂഡയും സിസോയും ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത് ഗ്രാമവാസികൾ നോക്കി നിന്നു. തങ്ങളെ സന്ദർശിക്കാൻ അവരിനിയും തിരികെ വരും എന്നവർ പ്രതീക്ഷിച്ചു. യാത്ര ചെയ്ത് ഒരിടത്തെത്തിയപ്പോ അവിടെ താൻ കുഴിച്ചിട്ടിരുന്ന പണത്തിൽ നിന്നും കുറച്ചെടുക്കാൻ ഹസൂഡ സിസോയോട് ആവശ്യപ്പെട്ടു. പിന്നാലെ ആ പണം സിസോയ്ക്കായി ഹസൂഡ കൊടുത്തു. യാഥാർത്ഥ്യത്തിൽ സിസോയെ പരിശീലിപ്പിക്കുന്ന ഗുരുവിന് കൊടുക്കാനുള്ള പണമായിരുന്നു അത്. അവിടെ ഒരു ഗുരുവിനെടുക്കൽ ഹസൂഡ സിസോയെയാക്കി. പരിശീലനത്തിന്റെ ഭാഗമായി അടുത്ത 10 മാസത്തോളം സിസോ അവിടെ താമസിക്കും. അവിടെ നിന്ന് യുദ്ധമുറകൾ പരിശീലിക്കും. സിസോയെ അവിടെ ആക്കിയ ശേഷം ഹസൂഡ പല ആവശ്യങ്ങൾക്കുമായി ക്യോട്ടോയിലേക്ക് മടങ്ങി. വൈകാതെ സിസോയുടെ പരിശീലനം ആരംഭിക്കുകയായിരുന്നു. ആടിയുലയുന്ന ഒരു പാലത്തിലൂടെ നടക്കുമ്പോൾ വടിയുപയോഗിച്ച് ആണികൾ അടിച്ചുകയറ്റേണ്ടുന്ന ഒരു ടാസ്ക് കൊണ്ടായിരുന്നു സിസോയുടെ പരിശീലനം ആരംഭിച്ചത്. അത് ആദ്യമായി ചെയ്യുന്ന സിസോയ്ക്ക് സന്തുലിതാവസ്ഥ പാലിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എങ്കിലും പരിശീലനം തുടരുന്നതിൽ നിന്ന് അതവനെ പിന്തിരിപ്പിച്ചതുമില്ല. യാത്രാമധ്യേ ഹസൂഡ ഒരു നികുതി ഓഫീസ് കത്തിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അവനിപ്പോൾ പിടികിട്ടാപ്പുള്ളിയായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. അവർ ഹസൂഡയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഹസൂഡയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹസൂഡയാണ് നികുതി ഓഫീസ് കത്തിച്ചത് എന്നറിയാവുന്ന സുരക്ഷാ മേധാവി ഡോക്കൻ ഹസൂഡ തന്റെ ഒഴിവു സമയങ്ങളിൽ പതിവായി സന്ദർശിക്കാറുള്ള ഒരു സോനയിലേക്ക് പോയി. ഡോക്കാൻ വിചാരിച്ച പോലെ ഹസൂഡ അവിടെ ഉണ്ടായിരുന്നു. ഡോക്കാൻ തന്റെ പേര് വിളിക്കുന്നത് കേട്ട് ഹസൂഡ ഉടൻ അവിടെ ഒളിച്ചു. അകത്തേക്ക് വന്ന ഡോക്കാൻ സോനയുടെ ഉടമയായ സ്ത്രീയോട് ഹസൂഡയെ ഇവിടെ ഒളിപ്പിക്കരുത് എന്ന തരത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ സ്ത്രീ ഡോക്കാൻ പോകുന്നതുവരെ സംഭാഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു. ഹസൂഡ അവിടെ തന്നെയുണ്ട് എന്നറിയാമായിരുന്ന ഡോക്കാൻ പോകുന്നതിന് മുമ്പ് പൊതുസ്ഥലങ്ങൾ ഇനിയും കത്തിച്ചേക്കരുത് എന്ന തരത്തിൽ ഹസൂഡയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. സിസോയുടെ പരിശീലനം 2 മാസക്കാലം പിന്നിട്ടു. സിസോ തന്റെ ആദ്യ പരിശീലനത്തിലെ എല്ലാ ആണികളും വിജയകരമായി അടിച്ചുകയറ്റിക്കൊണ്ട് പുരോഗതി പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവനങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവന് നേരെ ഒരേ സമയം 20ഓളം വാളുകൾ എറിയപ്പെടും. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതാണ് അടുത്ത ടാസ്ക്. സ്വാഭാവികമായും അതവന് നിരന്തരം പരിക്കേൽക്കാനിടയാക്കി. അബോധാവസ്ഥയിൽ നിന്ന് ഒരു തവണ അവൻ ഉണർന്നപ്പോ സിസോയ്ക്ക് ഇത് കഴിയുന്നില്ലെങ്കിൽ അവന് പരിശീലനം നിർത്തിപ്പോകാം എന്ന് ഗുരു പറഞ്ഞു. പക്ഷേ ഹസൂഡ തന്നെ പരിശീലിപ്പിക്കാൻ ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട് എന്ന് സിസോക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്തു വില കൊടുത്തും അവിടെ തുടരാൻ സിസോ തീരുമാനിച്ചു. രാപ്പകലില്ലാത്ത പരിശീലനം സിസോയെ വിജയത്തിന്റെ ലക്ഷണങ്ങളിലേക്ക് എത്തിച്ചു. മുമ്പ് ശരീരത്തിൽ പലതവണ കൊണ്ട വാളുകളിൽ നിന്ന് അവനിപ്പോൾ എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ തുടങ്ങി. അപ്രതീക്ഷിതമായ ആക്രമണങ്ങളെയും വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് സിസോ ആ 2ാം ടാസ്കിലും വിജയിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് സിസോയുടെ പരിശീലനം കൂടുതൽ കഠിനമാക്കി ഗുരു മാറ്റി. സിസോയെ കൊല്ലാനോ നിശ്ചലമാക്കാനോ കഴിയുന്ന ആർക്കും ആയിരക്കണക്കിന് നാണയങ്ങൾ സമ്മാനമായി നൽകും എന്ന തരത്തിലൊരു മത്സരം ഗുരു നടത്തി. സ്വാഭാവികമായും അതെല്ലാവരെയും സിസോയെ തോൽപ്പിക്കാൻ ശ്രമിക്കാൻ പ്രേരിപ്പിച്ചു. ഗ്രാമത്തിലെ ദാരിദ്ര്യം കാരണം സിസോയെ തോൽപ്പിക്കാൻ താല്പര്യമുള്ള നിരവധി പ്രഗത്ഭരായ സമുറായികൾ പോലും ആ മത്സരത്തിൽ എത്തിച്ചേർന്നു. സിസോയാകട്ടെ ഒരിക്കലും പിന്മാറാതെ ആ മത്സരത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. 10 ദിവസത്തിലധികം വ്യത്യസ്തരായ ആളുകളോട്
അവൻ പോരാടി സിസോയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ കരുത്തുറ്റൊരു പോരാളിയായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഷോഗണിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ തീപിടുത്തത്തിന്റെ പേരിൽ അവർ സിസോയോടുള്ള വൈരാഗ്യം ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട്. സിസോ ആയിരുന്നല്ലോ ഹസൂഡയുടെ കൂടെ കൂടി നികുതി ഓഫീസ് കത്തിച്ചത്. ആ ഉദ്യോഗസ്ഥർ സിസോയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിസോ അതിനോടകം വലിയ യോദ്ധാവായി കഴിഞ്ഞിരുന്നല്ലോ. അവൻ തിരികെ ആക്രമണം നടത്തി തനിക്ക് മുന്നിൽ വന്ന ശത്രുക്കളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. അധികം വൈകാതെ സിസോയുടെ പരിശീലനം പൂർത്തിയായതായി ഗുരു പ്രഖ്യാപിച്ചു. വിവരമറിഞ്ഞവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഹസൂഡ അങ്ങോട്ടേക്ക് എത്തി. ഒരു വർഷമായി തന്നെ പഠിപ്പിച്ച ഗുരുവിനോട് സിസോ തന്റെ നന്ദി പറഞ്ഞു. യാത്രയാകുന്നതിന് മുമ്പ് താൻ പഠിപ്പിച്ച വിദ്യകൾ പരമാവധി വിവേകത്തോടെ ഉപയോഗിക്കണം എന്ന് ഗുരു സിസോയെ ഉപദേശിച്ചു. സിസോ തന്റെ ശിഷ്യനാണ് എന്നതിന്റെ അടയാളമായി ഗുരു സിസോക്ക് ഒരു മാല സമ്മാനിക്കുകയും ചെയ്തു. ഹസൂഡയും സിസോയും വൈകാതെ യാത്ര തിരിച്ചു. ഒടുവിൽ പഴയ ഗ്രാമത്തിൽ തിരിച്ചെത്തി. ഒരിക്കൽ മത്സരത്തിൽ സിസോയോട് പൊരുതിയ 3 സമുറായികൾ ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളൊക്കെ ചേർന്ന് അവരെ ഊഷ്മളമായി സ്വീകരിച്ചു. അവരുടെ സംഭാഷണത്തിനിടയിൽ അങ്ങോട്ടേക്ക് പ്രഭുവിന്റെ ആളുകൾ കടന്നു വന്നു. യാതൊരു ദയ്യുമില്ലാത്ത അഹങ്കാരം തലയ്ക്ക് പിടിച്ച പ്രഭുവിന്റെ ആളുകൾ ഹസൂഡക്കൊരു കത്തുമായിട്ടായിരുന്നു അവരുടെ വരവ്. വിപ്ലവം നയിക്കുന്ന റോണിന്മാരുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ചർച്ചയാവാം എന്ന് ഡോക്കാൻ ആ കത്തിൽ ഹസൂഡയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹസൂഡ മുന്നിട്ടിറങ്ങി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഡോക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോക്കാന്റെ അഭ്യർത്ഥന പ്രകാരം ഹസൂഡയും സിസോയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആ 3 സമുറായികളും ചേർന്ന് കുഴപ്പങ്ങളുണ്ടാക്കുന്ന റോണിന്മാരെ കണ്ട് അനുനയിപ്പിക്കാൻ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ റോണിന്മാർ അത്രനാളും കാത്തിരുന്നത് ഹസൂഡയെയാണ് എന്ന് വ്യക്തമാകുന്നു. ആ വിമത സംഘവുമായി ഹസൂഡയ്ക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. സിസോ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു. തങ്ങൾ വൈകാതെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെപ്പറ്റി അവർ ഹസൂഡയോട് പറഞ്ഞു. അതിന് അംഗീകാരമെന്ന നിലയിൽ ഹസൂഡയുടെ ഒപ്പുവാങ്ങാൻ റോണിന്മാരുടെ നേതാവ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വിപ്ലവത്തിന്റെ യഥാർത്ഥ നേതാവ് ഹസൂഡയാണെന്നും അവിടുത്തെ ക്രൂരരായ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പങ്കെടുക്കാനാണ് സിസോയെ ബോധപൂർവം പരിശീലിപ്പിച്ചതെന്നും സിസോയ്ക്ക് മനസ്സിലാവുന്നത്. പിന്നാലെ ഹസൂഡ അവരോട് സംസാരിച്ചു. 1 മാസത്തിനുള്ളിൽ തങ്ങളുടെ വിപ്ലവം ആരംഭിക്കും എന്ന് ഹസൂഡ പ്രഖ്യാപിച്ചു. ആയുധധാരികളായ സാമുറായികളെയും ഡോക്കാന്റെ അതിശക്തമായ സൈന്യത്തെയുമാണ് അവർക്ക് നേരിടേണ്ടത്. അതിനാൽ വെറുതെ അങ്ങ് മരിച്ചു വീഴാതിരിക്കാൻ കൂടുതൽ ആളുകളും കൃത്യമായ തന്ത്രങ്ങളും തങ്ങൾക്ക് ആവശ്യമാണെന്ന് ഹസൂഡ പറഞ്ഞു. ഹസൂഡയാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഡോക്കാൻ ഹസൂഡയ്ക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു എന്ന് ചോദിച്ച് ഹസൂഡയെ എതിരിട്ടു. എന്നാൽ തന്റെ സുഹൃത്തിന്റെ കോപം മുൻകൂട്ടി കണ്ടിരുന്ന ഹസൂഡ നിരന്തരം പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്കാനോട് ക്ഷമാപണം നടത്തുകയായിരുന്നു ചെയ്തത്. ഹസൂഡ പറയുന്ന കാര്യങ്ങൾ ഡോക്കാനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഡോക്കാനോടും തങ്ങളുടെ കൂടെ ചേരാൻ ഹസൂഡ ആവശ്യപ്പെട്ടു. പക്ഷേ തനിക്കിപ്പോൾ ഒരു പദവിയുണ്ടെന്നും ഷോഗൻ വിശ്വസിച്ച് തന്നെ അത് ഏൽപ്പിച്ചതാണെന്നും ആ പദവിയോട് ചതി കാണിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു ഡോക്കാൻ പറഞ്ഞത്. വരാനിരിക്കുന്ന വിപ്ലവത്തെക്കുറിച്ച് കേട്ട് വിവിധ സ്ഥലങ്ങളിൽ വാർത്ത പരക്കാൻ തുടങ്ങി. അതോടെ വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള റോണിന്മാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്തേക്കെത്തി. നിശ്ചിത ദിവസം വരുമ്പോൾ ഷോഗണിന്റെ സമുറായികളുമായി പോരാടാൻ തയ്യാറെടുപ്പിനായി അവർ ഒരു കുന്നിൻ ചെരുവിൽ ഒന്നിച്ച് പരിശീലനം നടത്തി. വൈകാതെ ആ വിപ്ലവ ഏറ്റുമുട്ടലിന്റെ വാർത്ത നാട്ടുകാരിലേക്കും പ്രഭുക്കന്മാരിലേക്കും എത്തിച്ചേർന്നു. പ്രഭുക്കന്മാർ തങ്ങളെ പ്രതിരോധിക്കാൻ സേനകളെ സജ്ജരാക്കി. ഹസൂഡ വിപ്ലവത്തിന്റെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു നിൽക്കെ ഓടിവന്നൊരു ഗ്രാമവാസി തങ്ങളുടെ ഗ്രാമം ആക്രമിക്കപ്പെട്ടു എന്ന് ഹസൂഡയെ അറിയിച്ചു. കുറച്ചുനാൾ മുമ്പ് അവിടം സന്ദർശിച്ചിരുന്ന പ്രഭുക്കന്മാരിൽ ഒരാളായിരുന്നു ആ ആക്രമണത്തിന് പിന്നിൽ. ഗ്രാമം പൂർണ്ണമായും തകർക്കപ്പെട്ടത് കണ്ട് ഹസൂഡ വല്ലാതെ വേദനിച്ചു. ഷോഗണിന്റെ ഓഫീസുകളെല്ലാം കരിച്ചു കളയാനുള്ള പ്രതികാര വാഞ്ച അതോടെ ഹസൂഡയിൽ കൂടുതൽ ശക്തമായി. വൈകാതെ ഷോഗൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹസൂഡയുടെ നേതൃത്വത്തിൽ വനമേഖലയിൽ നിന്നും ഓഫീസുകളും കൊട്ടാരങ്ങളുമുള്ളയിടത്തേക്ക് പാഞ്ഞെത്തിയ വിമത സൈന്യം ആക്രമണം ആരംഭിച്ചു. അവർ മോചിപ്പിച്ച പാവം ഗ്രാമവാസികളെയും മറ്റും തങ്ങളുടെ കൂടെ കൂട്ടി സൈന്യത്തെയും ഓഫീസുകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഷോഗണിന്റെ ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്നുവെന്നറിഞ്ഞ ഡോക്കാൻ വിമതരെ തടയാൻ തന്റെ മുഴുവൻ സൈന്യത്തെയും ഉടൻ സജ്ജരാക്കി. നേരിട്ട് എതിരിടേണ്ടി വന്നിട്ടും സിസോയുടെ നേതൃത്വത്തിലുള്ള വിമതർ ഡോക്കാന്റെ സൈന്യത്തെ ആക്രമിക്കാതിരിക്കാൻ തീരുമാനിച്ചു. അവരുടെ തന്ത്രം എന്താണെന്ന് അപ്പോൾ വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. സിസോയും ആ വിമതരും വഴിതിരിഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. അത് ഡോക്കാൻ
ഡോക്കാന്റെ സൈന്യത്തെ ആശയക്കുഴപ്പത്തിലാക്കി ശത്രുക്കളോട് പൊരുതി സൈനികർ വീണുപോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തത് എന്ന് വൈകാതെ വ്യക്തമായി. ഹസൂഡ പകോഡയിൽ തീ കൊളുത്തും, അത് ലക്ഷ്യം വെച്ച് എല്ലാവരും വരണം, അതായിരുന്നു തന്ത്രം. വൈകാതെ ഹസൂഡയും ഡോക്കാനും നേർക്കുനേർ വന്നു. ആ വിപ്ലവം വെറുമൊരു സാധാരണ പ്രതിഷേധമല്ലെന്നും ഷോഗൺ ഭരണത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശക്തമായ വിപ്ലവമാണെന്നും ഡോക്കാൻ തിരിച്ചറിഞ്ഞു. അതിനെപ്പറ്റി ഡോക്കാൻ ചോദിച്ചപ്പോ ഹസൂഡ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്രൂരമായ ആ ലോകത്തെ മാറ്റി പുതിയൊരെണ്ണം വാർത്തെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. യാതൊരു ഭയവുമില്ലാതെ ഓഫീസ് ഗേറ്റിലേക്ക് എത്തിച്ചേർന്ന വിമതർ തങ്ങളുടെ ദീർഘനാളുകളായി അടക്കിവെച്ച കോപത്തോടെ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഒന്നടങ്കം കത്തിച്ചു. ഉദ്യോഗസ്ഥരെ മാത്രം ധനികരാക്കുകയും ജനങ്ങളെ കഷ്ടപ്പാടുകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ആ വ്യവസ്ഥിതിയോട് അവർക്ക് വെറുപ്പ് തോന്നിയിരുന്നു. പോരാട്ടം കടുത്തു. നിരവധി ജനങ്ങളും സൈനികരും മരണത്തിന് കീഴടങ്ങി. എന്നിരുന്നാലും ജനങ്ങളൊടുവിൽ ആ പോരാട്ടത്തിൽ വിജയിക്കുകയും ഓഫീസിലെ നികുതിരേഖകൾ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാത്രിയിൽ തങ്ങളുണ്ടാക്കിയ തീയുടെ മധ്യത്തിൽ ജനം ആഹ്ലാദം പങ്കുവെച്ചു. അതുകൊണ്ടൊന്നും തൃപ്തി വരാതെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ഗ്രാമം ആക്രമിച്ച പ്രഭുവിനോട് പ്രതികാരം ചെയ്യാൻ ഹസൂഡയും ചില താമസക്കാരും ഷോഗന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പ്രഭു അവർക്ക് മുന്നിലെത്തിയപ്പോൾ അവരാണോ ആ ഗ്രാമം ആക്രമിച്ചത് എന്ന കാര്യത്തിൽ ഹസൂഡ ചോദിച്ചുറപ്പ് വരുത്തി. പ്രഭു മദ്യലഹരിയിലായിരുന്നതിനാൽ തനിക്കൊന്നും ഓർമ്മയില്ലെന്നായിരുന്നു പറഞ്ഞത്. ഹസൂഡ വല്ലാതെ ദേഷ്യം കൊണ്ട് വിറച്ചു. തന്റെ സുഹൃത്തായ ഷോഗൺ സുരക്ഷാ മേധാവി ഉൾപ്പെടെ എല്ലാവരും ഹസൂഡയെ അന്ധമായി ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. ഹസൂഡയേക്കാൾ മികച്ച രീതിയിൽ സിസോയും ഒട്ടും കുറയാതെ ക്രൂരമായി ശത്രുക്കൾക്കെതിരെ പോരാടി. സിസോ ഷോഗണിന്റെ സൈനികരെ ഓരോരുത്തരായി ഇല്ലായ്മ ചെയ്തു. ഒടുവിൽ ആ ഫ്യൂഡൽ ലോഡിനെ ഹസൂഡ ഗ്രാമത്തിൽ കൊല്ലപ്പെട്ട നിരപരാധിയായ ഒരു സ്ത്രീയുടെ ഹെയർ ഓർണമെന്റ് കുത്തിയിറക്കി കൊന്നുതള്ളി. ആക്രമണം കഴിഞ്ഞതും സീസോ എത്തി പരിക്കേറ്റ ഹസൂഡയെ വേഗം അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. മുറിവുകൾ കഴുകാനും തുണികൊണ്ട് കെട്ടാനും ഹസൂഡയും സിസോയും ഒരു നദീതീരത്തിരുന്നു. എന്നാൽ വിമതരെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്റെ കടമ പൂർത്തിയാക്കാൻ പരിക്കേറ്റിരുന്നെങ്കിലും ജീവൻ ബാക്കിയായിരുന്ന ഡോക്കാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ഹസൂഡയുടെ പോരാട്ടം അവസാനിച്ചിരുന്നില്ല. ഡോക്കാനുമായും ഹസൂഡയ്ക്ക് പൂർണ്ണമായ പോരാട്ടം നടത്തിയേ പറ്റൂ. പക്ഷേ പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് സീസോയെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം എന്ന് ഹസൂഡ ഡോക്കാനോട് ആവശ്യപ്പെട്ടു. തങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇടപെടരുത് എന്ന് ഹസൂഡ സീസോയോടും ആവശ്യപ്പെട്ടു. സൗഹൃദമുണ്ടെങ്കിലും ഷോഗന്റെ സുരക്ഷാ മേധാവി എന്ന തന്റെ കടമ നോക്കാൻ ഡോക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ഹസൂഡയെ ഡോക്കാൻ തന്റെ കൈകൊണ്ട് വധിച്ചു. അതിനുശേഷം അടുത്ത 10 വർഷത്തേക്ക് ക്യോട്ടോയിലേക്ക് വന്നു പോകരുതെന്നും മാറി നിൽക്കാനും ഡോക്കാൻ സിസോയോട് പറഞ്ഞു. തന്നെ അപ്പോഴുള്ള സിസോവാക്കാൻ സഹായിച്ച ഹസൂഡ എന്ന ആ മനുഷ്യനെ അവിടെ വിട്ട് സിസോക്ക് പോകേണ്ടി വന്നു. ചരിത്രത്തിൽ അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഭാവിയിൽ സിസോ മടങ്ങിയെത്തുകയും ഹസൂഡയുടെ പോരാട്ടം തുടരുകയും ചെയ്തു. ഹസൂഡയുടെ നേതൃത്വത്തിലുള്ള ഈ വിപ്ലവം കോൺസോ വിപ്ലവം എന്നറിയപ്പെട്ടു. ജപ്പാനിലെ ഷോഗന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നായി അത് മാറി. പിന്നീട് 5 കൊല്ലത്തിനു ശേഷം ഓനിൻ യുദ്ധം വന്നെത്തി. ഡോക്കാന്റെ നേതൃത്വം ശത്രുക്കൾ പിടിച്ചെടുത്തു. ഡോക്കാനും ഹസൂഡയും ഒരിക്കൽ കയറിയ 7 നില പഗോഡ അവർ തീയിട്ട് നശിപ്പിച്ചു. പിന്നീട് ഒരിക്കലും അത് പുനർനിർമ്മിക്കപ്പെട്ടില്ല. അതേസമയം സീസോ അപ്പോൾ ക്യോട്ടോയിൽ നിന്ന് വളരെ അകലെയായി തന്റെ ഗുരുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഒരു റോണിനായി ജീവിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.